ഹലോ എവറിബഡി, ഇന്ന് നമുക്കൊരു ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ. ഇഞ്ചിക്കറിക്ക് ആവശ്യമായത് ഒരു 1/4 കിലോ ഇഞ്ചി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു 10-12 കൊച്ചുള്ളിയും 4 പച്ചമുളകും. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാനാണ് പോണേ. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ പാത്രത്തിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം ഒരു പാന് ചൂടാക്കാൻ വെക്കണം. എന്നിട്ട് ആവശ്യമായ എണ്ണ, ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്യാനാണ്, അപ്പോൾ ആവശ്യമായ എണ്ണ ആ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എണ്ണ അധികം ആവരുത്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൊച്ചുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ക്രിസ്പി ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നമ്മൾ ഈ കൊച്ചുള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം. അതിനുശേഷം നമ്മൾ തേങ്ങ ചിരണ്ടിയായിരുന്നല്ലോ, ആ തേങ്ങയും ഇതേ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ, അധികം മൂപ്പിക്കല്ലേ, അപ്പം ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ തേങ്ങയും വഴറ്റി ആ പാത്രത്തിലേക്ക്, കൊച്ചുള്ളി വഴറ്റിയിട്ട പാത്രത്തിൽ അടിക്കണം. അതിനുശേഷം ഒരു 4 പച്ചമുളകും സെയിം ആ എണ്ണയ്ക്കകത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് മാത്രമേ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നല്ലപോലെ സമയമെടുത്ത് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതെല്ലാം ഒരു പ്ലേറ്റിലാക്കി ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ അകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. ആദ്യം വെറും ക്രഷ് ചെയ്യണം, വെള്ളം ചേർക്കരുത്. ഓക്കെ, അതിനുശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതൊരു പേസ്റ്റ് പരുവത്തിൽ ആക്കണം. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് ആ പാനിൻ്റെ അകത്ത് തന്നെ അല്പം എണ്ണ ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കണം. അതിനുശേഷം ഒരു തണ്ട് കരിവേപ്പില അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് മസാല എല്ലാം മൂക്കണ വരെ ഏകദേശം ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും ഒന്ന് മൂപ്പിക്കുക. തുടർന്ന് നമ്മൾ ഈ പേസ്റ്റ് അരച്ച് വെച്ച ആ ജാറിൻ്റെ അകത്ത് അല്പം വെള്ളം ഒഴിച്ച് ആ വെള്ളവും ഇതിൻ്റെ അകത്ത് ചേർത്ത് ആ വെള്ളം അബ്സോർബ് ആവുന്ന വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം പുളി നല്ലപോലെ വെള്ളത്തിൽ ഞെരടിയിട്ട് ആ വെള്ളം കൂടി ഈ മസാലയ്ക്കകത്ത് ഇടണം. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കണം. ഓക്കെ, ഇത് നമ്മളുടെ ഇഞ്ചിക്കറി ലൂസാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലപോലെ തിളയ്ക്കുന്ന വരെ ഇതുപോലെ നല്ല ആവി വരുന്ന പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ലാസ്റ്റിൽ നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര എടുത്ത് ഇതിൻ്റെ അകത്ത് ചേർക്കണം. ഇതെല്ലാം നമ്മളുടെ എരിവും പുളിയും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഇഞ്ചിക്കറി ഇവിടെ ഫൈനൽ സ്റ്റേജിൽ റെഡി ആയിരിക്കുകയാണ്. അപ്പം ചോറിൻ്റെ കൂട്ടത്തിൽ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക്